മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ചെറുപ്രായത്തിൽ നാടുവിട്ടുപോയി എന്നൊരു കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടായി. മാതൃസ്നേഹത്തിന്റെ അളവില്ലാത്ത ആഴം ഇത്രയും ലളിതമായി മലയാളിക്ക് കാണിച്ചു തന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 118ാം ജന്മവാർഷികമാണ്. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ബഷീറിന്റെ രസകരമായ ചില വരികളുണ്ട്. ലോകത്ത് യുദ്ധം ഇല്ലാതാവണമെങ്കിൽ സ്ത്രീ പുരുഷജാതി മതഭേദമന്യേ സർവർക്കും പരമരസികൻ വരട്ടുചൊറി വരണം എന്നാണ് ബഷീർ പറഞ്ഞത്. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനപൂർണ്ണമായ ഒരാനന്ദവും ലോകത്ത് വേറെയില്ല. ഇങ്ങനെ പറയാൻ ബഷീറിന് മാത്രമല്ലേ പറ്റൂ. പുതുതലമുറയോട് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തോടുള്ള സ്നേഹവും കരുതലും മനസ്സിലാക്കാനും അതുല്യമായ കഥാപാത്രങ്ങളെ പരിചയപ്പെടാനും ബഷീറിനെ ഒന്ന് വായിക്കണം. മണ്ടൻ മുസ്തഫയെ സ്നേഹിച്ച സൈനവയോളം ആരും ആരെയും സ്നേഹിച്ചിട്ടില്ല. കേശവൻകുട്ടിയും സാറാമ്മയും തമ്മിൽ നടത്തിയ സംഭാഷണത്തെക്കാൾ വലിയ ജനാധിപത്യ സംഭാഷണവും ഇല്ല. സാറാമ്മയ്ക്കും കേശവൻകുട്ടിക്കും കാപ്പിയോ ചായയോ എന്നത് അവർ തീരുമാനിക്കും.